സംസ്ഥാനത്ത് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെ 17,000-ഓളം NHM ജീവനക്കാരാണുള്ളത്. ഇതിൽ 90% സ്ത്രീകളാണ്. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സേവന കാലാവധി 3 മാസമാക്കി ചുരുക്കിയ NHM സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നതോടെയാണ് ചർച്ചകൾക്ക് തുടക്കമായത്. ആരോഗ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിക്കുമെന്നാണ് CITU വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാലാവധി പുതുക്കി നിശ്ചയിക്കുന്ന ഒരു രീതി ഉള്ളത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ 3 മാസം എന്നുള്ളത്? ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. ജീവനക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്ന നിലയ്ക്ക് കൃത്യമായ എല്ലാ ജീവനക്കാർക്കും വേണ്ടി യൂണിയൻ എന്തായാലും ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് വീണ്ടും സംസ്ഥാന കമ്മിറ്റി കൂടി അതിന് തീരുമാനങ്ങളെടുത്ത് എത്രത്തോളം ഇത് ഡെപ്തിലേക്ക് വരുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ എന്തായാലും പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്യും. ആശാധാര, ആർദ്രം, ശലഭം ഉൾപ്പെടെ 25ഓളം പദ്ധതികളും NHMന് കീഴിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 60%, കേരള സർക്കാർ 40% നിരക്കിലാണ് NHMനായി പണം ചിലവഴിക്കുന്നത്. 19 വർഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കി പകരം സർക്കാരിന്റെ ഇഷ്ടക്കാരെ തിരുകി കയറ്റാനാണ് നീക്കമെന്നാണ് ഉയരുന്ന ആരോപണം. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.